63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരും ഇങ്ങ് പോരുന്നിരിക്കുക. ഇതാരാ? പേരെന്താ? എന്ത് പ്രിയ? ഞാൻ കേട്ടില്ലല്ലോ. എന്താ പേര്? എന്തോ ഒരു പ്രിയ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഭാനുപ്രിയ എന്നാണോ പേര്? എവിടെ? ഭവപ്രിയ എന്നാണോ പേര്? ഭവപ്രിയ എന്തിനാ വന്നത്? പാട്ട് പാടിത്തരോ? പാട്ട് പാടുവോ? പാടുവോ? ഇല്ലേ, ഒരു പാട്ട് പാടുവോ? ഡാൻസ് കളിക്കണോ? ആ, ഡാൻസ് കളിക്കണ്ട. ഇതാരെന്നറിയോ? ഈ ചേട്ടൻ എന്താ ഡാൻസ് ചെയ്യും. ഒരു ഹലോ പറഞ്ഞേ ചേട്ടന്. ശരി, അപ്പൊ നമ്മൾ ഇടവേള കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നമുക്കിപ്പം അടുത്ത അതിഥി വന്നിരിക്കുന്നു. നമ്മൾ ഒളിപ്പിച്ചു വെച്ച അടുത്ത സർപ്രൈസ്. ഇന്ന് രാവിലെ നമ്മളുടെ ഫ്രെയിമിൽ വന്ന ഒരാള് അനന്തു സുരേഷ്. അദ്ദേഹം കലോത്സവത്തിന്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. അതിലെ ഒരു പ്രധാന പേരാണ് ഇദ്ദേഹത്തിന്റെ പേര്, ബോബി കൃഷ്ണ. ബോബി കൃഷ്ണയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളത് ആദ്യം പറയണം. കലോത്സവത്തിൽ ബോബി കൃഷ്ണ എന്നൊരു പേരില്ലാത്ത ചരിത്രമില്ല. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെയുണ്ട്. എന്തിനാണെന്നറിയോ? ഏറ്റവും കൂടുതൽ കലാപ്രതിഭയായ ആളാണ് നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഗുഡ് ഈവനിങ് ചേട്ടാ. ഗുഡ് ഈവനിങ്. താങ്ക് യു. എങ്ങനെ പോകുന്നു? വളരെ സന്തോഷം. കാരണം ഈ ഒരു വൈബ് ഉണ്ടല്ലോ, യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ള ഒരു വൈബ്. ഞാൻ 90s ഇട്ടാണ്. അപ്പോൾ നമ്മൾ 1992 മുതൽ 98 വരെയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാപ്രതിഭ 97-ലും 98-ലാണ്. അത് എറണാകുളത്ത് വെച്ച് നടന്നു വെച്ചിട്ടാണ്. അപ്പോൾ ഈ 1992 ആദ്യമായിട്ട് സംസ്ഥാന തലത്തിൽ യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ അന്ന് നമുക്ക് ഈ ഹൈസ്കൂൾ തലം എന്നുള്ളതല്ല, 5 മുതൽ 10 വരെയുള്ളവരെ ഒരുമിച്ച് വരെയാണ്. അപ്പോൾ 5ാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാപ്രതിഭ. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള് മഞ്ജു വാര്യരായിരുന്നു. മഞ്ജു വാര്യർ ഒക്കെ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് വിനീത് കുമാർ, സിനിമാ നടൻ വിനീത് കുമാർ. സോ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഈ ഒരു വേദി കാണുമ്പോൾ. 2025 എത്തി. വീണ്ടും കലോത്സവ വേദിയിലേക്ക് വരുമ്പോ എന്താ തോന്നുന്നത് നമ്മുടെ ഈ ജനറേഷനെ കാണുമ്പോ? വളരെ സന്തോഷം. പക്ഷേ ഒരു കാര്യം, ഭയങ്കര നല്ല വൈബുണ്ട്, നല്ല കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, ഏതൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഇത് പൊതുവെ ഏതൊരാൾക്കും ഇവിടെ വന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് സിസ്റ്റമാണ്. പക്ഷേ ഞാൻ അതിനെതിരാണ്. ഞാൻ പറയട്ടെ, നമ്മളൊരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിനൊരു വിന്നർ വേണം. കാരണം ദർ വിൽ ബി സം പേഴ്സൺ ഹു വിൽ ബി പുട്ടിങ് എൻ എക്സ്ട്രാ എഫേർട്ട്. അല്ലേ? ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന ഒരാൾക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നതിൽ, നേരത്തെ അഖില ആനന്ദ് പറഞ്ഞ പോലെ തന്നെ കലാതിലക പട്ടവും കലാപ്രതിഭ പട്ടവും തിരിച്ചു കൊണ്ടുവരണം. തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഏതൊരു സ്പോർട്സ് ഇവന്റ് എടുത്തു, ഇപ്പോൾ ഒരു ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാൻ ഓഫ് ദ മാച്ച് ഉണ്ട്. നമ്മളൊരു ഫുട്ബോൾ എടുക്കുവാണെങ്കിൽ ഗോൾഡൻ ബൂട്ട് ഉണ്ട്. അത് അവിടെ എല്ലാവർക്കും നമുക്ക് എക്സ്ട്രാ പെർഫോമൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റ് എന്നുള്ള രീതിയിൽ ഇതേപോലുള്ള ഒരു പാരിതോഷികം. ആരാണ് മികച്ച പ്രതിഭ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പ്രതിഭകളാകുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യപരമായ മത്സരത്തിലേക്കൊക്കെ മത്സരം ആരോഗ്യപരമായി തന്നെ ആയിരിക്കണം. പക്ഷെ അതിലൊരു നല്ല കാര്യം, ഞങ്ങളുടെയൊക്കെ സമയത്ത് ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഐറ്റം മുതൽ 14 ഐറ്റത്തിന് വേണമെങ്കിലും പങ്കെടുക്കാമായിരുന്നു. അപ്പോൾ ഇപ്പം ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരം എന്ന് പറഞ്ഞാൽ 3 ഐറ്റം. ഒരു കുട്ടിക്ക് അവരുടെ പഠന അക്കാഡമിക് കരിക്കുലത്തിനിടയിൽ തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ഐറ്റം. ഒരാൾ മാത്രം കലാപ്രതിഭയാകുമ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ സങ്കടം വരുമല്ലോ. ആ സങ്കടം നമുക്ക് ഒഴിവാക്കാം. അതാ ഞാൻ പറഞ്ഞത്. ഗോൾഡൻ ബൂട്ട് കിട്ടുന്ന ഒരാളേ ഉള്ളൂ, മാൻ ഓഫ് ദ മാച്ച് കിട്ടുന്ന ഒരാളേ ഉള്ളൂ. പക്ഷേ ടീം 11 പേരുണ്ട്. അതിൽ സങ്കടപ്പെടാനില്ല. ദേ ഷുഡ് എൻകറേജ് ദോസ് പീപ്പിൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കലാപ്രതിഭ ഇവിടെ എത്തിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ അതെ, നമുക്ക് പ്രേക്ഷകരെ അറിയിക്കണ്ടേ? തീർച്ചയായിട്ടും. ഏത് ഐറ്റം എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഓർത്തെടുക്കാൻ പോകുന്നത്? ഞാൻ നമ്മളൊരു ഇത്രയും ജനം കൂടുന്ന സ്ഥലം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഓട്ടം തുള്ളൽ നമുക്ക് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന് വെച്ചു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഗരുഡഗർഭ ഭംഗം എന്ന് പറഞ്ഞിട്ട് ഓട്ടം തുള്ളലെ ഒരു ചെറിയ പാട്ടാണ്. ഇതിലെ ഗരുഡഗർഭ ഭംഗത്തിനകത്ത് പ്രൈഡ് ഓഫ് ഗരുഡൻ്റെ അഹങ്കാരത്തിനെ നമ്മൾ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹനുമാൻ, നമ്മുടെ ഈ ഒരു മൈക്ക് മതിയാ, ഹനുമാൻ പറയുന്ന ഒരു ഭാഗമാണ് ഇന്നിവിടെ ചെയ്യുന്നത്. ഇത് ഞാൻ 1998 എനിക്ക് സംസ്ഥാനത്ത് ഓട്ടംതുള്ളലിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ഐറ്റമാണ്. ആൻഡ് ഫോർച്യുനേറ്റ്ലി ഇന്ന് എനിക്ക് വീണ്ടും അത് അവതരിപ്പിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. സ്റ്റാർട്ട് ചെയ്യട്ടെ. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു, ഉൾക്കടരോഷം ഇതെന്നത് ഗരുഡൻ. മർക്കടവരനുടെ വാക്കുകൾ കേട്ടുടൻ ഉൾക്കടരോഷം നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ
ധിക്കാരം മമ കേൾക്കരുതിപ്പോൾ നോക്കണം മൂത്ത കുരങ്ങ നിന്നുടെ ധിക്കാരം മമ കേൾക്കരുതി ചക്രാദികളും വന്നു വണങ്ങും ചക്രാദികളും വന്ന് വണങ്ങും ആ ചക്രായുധനെ കൊണ്ടു ദുഷിക്കും ചക്രാദികളും വന്ന് വണങ്ങും ചക്രായുധനെ കൊണ്ടു ദുഷിക്കും വിക്രമജലനിധി വിശ്വജനേശ്വരൻ വിക്രമജലനിധി അക്കടൽ വർണ്ണൻ കർണാരി സഖി വിക്രമജലനിധി വിശ്വജനേശ്വരൻ അക്കടൽ വർണ്ണൻ കർണാരി മൽക്കുല ദൈവത അദ്ദേഹത്തെ മൽക്കുല ദൈവതം അദ്ദേഹത്തെ നിനക്കു ദുഷിപ്പാൻ യോഗ്യതയുണ്ടോ ദൈവതം അദ്ദേഹത്തെ നിനക്കു ദുഷിപ്പാൻ യോഗ്യതയുണ്ടോ മർക്കട കീട നില്ലട നിന്നുടെ മർക്കട കീട നില്ലട നിന്നുടെ മസ്തകമിന്നു തകർത്തേ പോകും മർക്കട കീട നില്ലട നിന്നുടെ മസ്തകമിന്ന് തകർത്തേ പോകും ഉള്ള മരങ്ങളുടെ കായും കനിയും ഉള്ള മരങ്ങളുടെ കായും കനിയും തൊള്ളയിലിട്ടു കടിച്ചു ഭുജിച്ചു ഉള്ള മരങ്ങളുടെ കായും കനിയും തൊള്ളയിലിട്ട് കടിച്ചു ഭുജിച്ചതാ പള്ള നിറച്ചു മരത്തേലേറി പള്ള നിറച്ചു മരത്തേലേറി പല്ലു വിളിച്ചു ഉളച്ചു നടക്കും പള്ള നിറച്ചു മരത്തേലേറി പല്ലു വിളിച്ചു ഉളച്ചു നടക്കും. എന്നാലും കാവ്യനെ നോക്കി മൂത്ത മറക്കടാന്നൊക്കെ വിളിച്ചത് മോശമായി പോയി. പലർക്കും കിട്ടുന്ന അങ്ങനെ അത് ഷെയർ ചെയ്യാൻ നോക്കട്ടാ. കൃത്യമായി നല്ല വിഷമമുണ്ട്, പക്ഷെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. മറ്റേതൊക്കെ ഇനങ്ങളിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്? ഭരതനാട്യത്തിന് മത്സരിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. അന്ന് മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. മോഹിനിയാട്ടം, കഥകളി, കഥകളി സംഗീതം, പ്രച്ഛന്നവേഷം, ഇതൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ കഥകളി സംഗീതത്തിൽ പിടിച്ചു. പാട്ടുകാരനാണ്, പാട്ട് വേണം. ഇപ്പൊ പാട്ട് പാടിയ ശരിയല്ല, വെറുതെ നമ്മൾ ഇത്രയും ഒരു നല്ല ഇതില് പാട്ട് പാടുന്ന ഞാനിപ്പം അതാ ഞാൻ പറഞ്ഞത് ഇതിപ്പോ പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്ക്. ശരി, ഇപ്പോ കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കാറുണ്ടോ? പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ പ്രൊഫഷണലി ഇപ്പോൾ ഒരു ഡോക്ടറാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെല്ലാം പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പ്രൊഫഷണലി ഒരു കോസ്മെറ്റിക് സർജനാണ്. കോസ്മെറ്റിക് സർജനാണ് ഇവിടെ തിരുവനന്തപുരം. അപ്പോൾ അത് കാരണം നമുക്ക് ടൈം മാനേജ്മെന്റ് പഠിപ്പിക്കാനായിട്ടില്ല, പക്ഷെ പെർഫോമൻസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ അതായത് പെർഫോമൻസ് ഒക്കെ ചെയ്ത് മുഖമൊക്കെ കൂടിപ്പോയവരുടെയും ശരീരം തളർന്നു പോയവരുടെ ഒക്കെ കോസ്മെറ്റിക് സർജനായി നിൽക്കുകയാണ്. അവരെ ചികിത്സിക്കാണ് ഇപ്പോഴും. വലിയ സന്തോഷം ഞങ്ങൾക്കൊപ്പം എത്തിയതിന്. വീണ്ടും ഈ കലോത്സവ പെർഫോമൻസ് കാവ്യയെ മറക്കണമെന്ന് വിളിച്ചെങ്കിലും ആ ഒരു സങ്കടത്തിൽ ഞാൻ പറയണ്ട എന്ന് കരുതിയതാണ്. ചേട്ടൻ കലോത്സവത്തിൽ കലാപ്രതിഭയായ സമയമൊക്കെ പറഞ്ഞപ്പോഴേ 96, 97 എന്നൊക്കെ പറഞ്ഞപ്പോ വിനിഷ പറയാ ഞാനൊന്നും അന്ന് ജനിച്ചിട്ടില്ല ചേട്ടാ. 10-15 വയസ്സുണ്ട് ആ സമയത്ത്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? വിനിഷ അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വേറൊരു സത്യം, അത് കാവ്യാട്ടിക്ക് മനസ്സിലാവാൻ. അപ്പൊ ശരി, താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്.